ആശിക നമ്മുടെ ചിത്തരഞ്ജൻ സഖാവിന് കോടതി എന്തോ സമ്മാനം കൊടുത്തു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു സമ്മാനം? കോടതിയുടെ വക 1600 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ഒരു കുറച്ച് സമയം കോടതി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ആനുകൂല്യമാണ് അദ്ദേഹത്തിന് നൽകിയത്. സൗഭാഗ്യം തന്നെ. അതെ. എന്താണ് ഒരു നിസ്സാര കാര്യമാണ്. അതായത് വഴി തടഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനോ അതുപോലെ എന്തോ കാരണമാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ വന്ന ഈ ഒരു വൗച്ചർ കിട്ടാൻ തന്നെ കാരണം. ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ 2025 കാലഘട്ടം. ഇവരുടെ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രകടനം നടക്കുകയായിരുന്നു പാളയത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക്. അപ്പോൾ തടസ്സം നടത്തപ്പെടുകയും മറ്റു യാത്രക്കാരുടെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത നിസ്സാര ഒരു കുറ്റത്തിനാണ് ഇതുപോലെ ഒരു വൗച്ചർ കിട്ടിയത്. ഇതൊക്കെ ഒരു സഖാവിനൊരു എന്താ പറയുക, അഭിമാന നേട്ടമല്ലേ? തീർച്ചയായിട്ടും ചിത്തരഞ്ജൻ സഖാവിനെ പോലൊരു സഖാവിന് ഇത്തരത്തിൽ ഒരു ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതിലും വലിയ നേട്ടം വേറെ ഇല്ല. ഒന്നും ആലോചിക്കൂ. കേരളത്തിലെ കോടതിയാണ് കൊടുക്കുന്നത് 1600 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറും. പിന്നെ അതേപോലെ തന്നെ ഒരു ദിവസം മുഴുവൻ കോടതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഇതിപ്പോ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ല. കോടതിയിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കോടതി നടപടികൾ നേരിട്ട് കാണാനും അതിനെക്കുറിച്ച് വിലയിരുത്താനും ഒക്കെ ഒരു പ്രത്യേക അവസരമാണ് കിട്ടുന്നത്. കേരളത്തിലെ സഖാക്കന്മാർക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയ, ഇനി ചിത്തരഞ്ജൻ സഖാവിന് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാം. എന്റെ കോടതി നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പുസ്തകം എഴുതാം. എനിക്ക് കോടതി തന്നെ 1600 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ, അത് വെച്ച് ഞാൻ വാങ്ങിച്ച കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കേരളത്തിലെ സഖാക്കൾ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ സമരങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും UDF ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ പോലും. ഇപ്പോൾ VD സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഒരു ഹർത്താൽ പോലും നടത്തണ്ട എന്നുള്ള മോശം തീരുമാനത്തിലായിരുന്നു ഈ കോൺഗ്രസ്സുകാരൊക്കെ മുന്നോട്ട് പോരുന്നത്. പക്ഷെ അതേസമയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, CPM സമരം നടത്തുന്നു. CPM സമരം നടത്താമല്ലോ. സ്വന്തം പാർട്ടി ഭരിക്കുകയാണെങ്കിൽ അവർക്ക് സമരം നടത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് സമരമല്ല, അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെയുള്ള പ്രകടനമാണ്. അതെ, പ്രകടനമാണ്. അപ്പൊ ശക്തി കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അവർക്ക് ഏതോ പൊതുജനമായിട്ട് എന്തോ തർക്കത്തിൽ ഉണ്ടാവുന്നു. ആ തർക്കത്തിന് ശേഷമാണ് തോന്നുന്നു കോടതിയിലേക്ക് അവർ പോകുന്നത്. എന്താണ് ഈ സഹാക്കളോട് മാത്രം ഈ കോടതിക്ക് ഇത്ര എന്താ പറയുക, ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയോ? കോടതി താല്പര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ 1600 രൂപ ഗിഫ്റ്റ് വൗച്ചറും അതേപോലെ തന്നെ ഒരു ദിവസം കോടതിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള അവസരവും ചിത്തരഞ്ജൻ സഖാവിന് ഒരുക്കി കൊടുത്തത്. അല്ലാതെ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? കേരളത്തിലെ സഖാക്കന്മാരോടാണ് കോടതിക്ക് എപ്പോഴും താല്പര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ CPM അല്ലാതെ സമരം നടത്തുന്ന വേറെ ഏത് പാർട്ടിയുണ്ട്? ഇപ്പോ UDF അധികാരത്തിൽ കയറിയിട്ട് 1 മാസമായതുള്ളൂ. എത്ര സമരങ്ങൾ ആശിക്ക് കണ്ടു? ഒരു 10ന് മേളില് കണ്ടിട്ടുണ്ട്. അധികാരത്തിൽ വന്നതിന്റെ പിറ്റേ ദിവസം സമരം നടത്തി. അതാണ് പാർട്ടി. അങ്ങനെ വേണം. അല്ലാതെ 5 വർഷക്കാലം ഒരു സമരവും നടത്തിയില്ല, ഒരു ഹർത്താലും നടത്തിയില്ല, വെറുതെ അങ്ങ് പോയി. എന്തിനാണ്? കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അവർക്ക് ഒരു പഠിപ്പുകൂടൊക്കെ വേണ്ടേ? അവരുടെ ആഗ്രഹം എന്താണ്? ഒരു ദിവസം ഒന്ന് സ്കൂളിൽ പോയിട്ട്, നമ്മളൊക്കെ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ക്ലാസ് മുറി ഇരിക്കുമ്പോൾ ഇന്ന് SF-ലെ ചേട്ടന്മാര് ഒരു സമരം വന്നിരുന്നെങ്കിൽ, ഈ ചേട്ടന്മാർ അല്ലെങ്കിൽ AVP-ലെ ചേട്ടന്മാർ ഇന്ന് സമരമാണ്, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവാം. അങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായിട്ടിരുന്ന എത്ര വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികളെ എല്ലാം വഞ്ചിക്കുന്ന രീതിയിൽ സമരങ്ങളില്ല, ഹർത്താലുകളില്ല. അപ്പോൾ കടകളിൽ സ്റ്റാഫായിട്ട് പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് എന്താണ്? ഇന്ന് ഹർത്താലാണ്. വീട്ടിൽ സുഖമായിട്ട് ഒരു 10-12 വരെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് അന്നത്തെ ദിവസം നാട്ടിലൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോകാൻ കഴിയുന്ന ദിവസങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സർക്കാർ വന്നതിന് ശേഷമല്ല, UDF പ്രതിപക്ഷത്തിലായതിനു ശേഷം പോയി. ഒരു ഹർത്താൽ പോലും നടത്താത്ത പാർട്ടിയായിട്ട് UDF മാറി. എന്താണ് ഇവരുടെയൊക്കെ മനോഭാവം? ഹർത്താലുകളില്ലാതെ ഈ നാട് മുന്നോട്ട് പോകുമെന്നാണോ? അല്ല, പക്ഷേ നിങ്ങൾ കാണൂ, LDF-നെ കാണൂ. ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം UDF അധികാരത്തിൽ വന്നപ്പോ ആദ്യത്തെ ദിവസം തന്നെ DYFIയുടെ സമരം എവിടേക്കാണ്? ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഫസ്റ്റ് സമരം. അത് കഴിഞ്ഞ് SFIയുടെ പിറ്റേ ദിവസം സമരം, PM ശ്രീക്കെതിരെ സമരം. PM ശ്രീ സഖാവ് പിണറായി വിജയൻ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ സമരം SFI നടത്തും. അതാണ് അത് SFIയുടെ ASF, AYF അതുപോലുള്ള യുവജ സംഘടനകളുടെ ഒരു സംയുക്ത സമരമായിരുന്നു. അന്ന് വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നാണ് കേട്ടത്. പിന്നല്ലാതെ സമരമാകുമ്പം വെള്ളം വേണം, വെള്ളം ചീറ്റി കുളിച്ച് പോയില്ലെങ്കിൽ സമരത്തിന് എന്താണ് രസം? പക്ഷേ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ് കാണിക്കുന്ന വളരെ മോശം സ്വഭാവമാണ്. എനിക്കൊന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്, ഇവരൊന്നും ആക്രമിക്കരുതെന്ന്. സമരമാകുമ്പോ 2 അടിയൊക്കെ കൊള്ളണ്ടേ? പക്ഷെ ഈ പോലീസുകാർ അടിക്കുന്നില്ലെന്നേ.
മാക്സിമം SFIക്കാരും DYFIക്കാരും പല തവണയായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു സംഘർഷഭരിതമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷത്തിൽ കൊണ്ടുപോകാൻ. പക്ഷെ പോലീസുകാര് ഒന്നും ചെയ്യത്തില്ല, വെറുതെ വെള്ളമൊഴിച്ച് വിടുക. എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഈ കേരളത്തിലെ SFIയോടും DYFIയോടും ഒക്കെ ഇവിടുത്തെ ഭരണപക്ഷം കാണിക്കുന്നതാണ് ഇവരെ ഒന്നും അടിക്കത്തില്ലെന്നാണ് പറയുന്നത്. അതൊക്കെയാണ് സമരം. അതായത് SFIയും DYFIയും CPM കാണിക്കുന്നതാണ് സമരം. ഒരു മാസക്കാലം കൊണ്ട് സമരം ചെയ്ത് UDFന്റെ പ്രതിച്ഛായ നശിപ്പിച്ചില്ലേ? തീർച്ചയായും. UDFന് ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഒന്ന് മൂളിയ ഇവിടെ സമരം നടത്തും. അതിനുള്ള ആർജവമുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളത്. സഖാവ് പിണറായി വിജയനാണ്. ഇപ്പോൾ പിണറായി വിജയൻ നിയമസഭയിലും പുറത്തു വന്ന് സമരം ചെയ്യും. ഞങ്ങൾ കണ്ടില്ലേ ED ഒക്കെ വന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വന്നിട്ട് അഭിവാദ്യം ചെയ്ത് ഞങ്ങളുടെ സഖാക്കന്മാരെ ഉണർത്തി വിട്ടത്. ഇന്ന് കുറച്ചുപേരൊക്കെ ജയിലിലാണെന്നേ ഉള്ളൂ. സമരം ആകുമ്പോൾ ജയിലിൽ പോവും. അങ്ങനെയാണ് നേതാക്കന്മാരുണ്ടാകുന്നത്. അല്ലാതെ വീട്ടിലിരുന്നാലൊന്നും നേതാക്കന്മാരുണ്ടാകത്തില്ല. സമരം ചെയ്താണ് നേതാക്കന്മാരൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിത്തരഞ്ജൻ സഖാവിന് കോടതി കൊടുത്തിട്ടുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. 1500 ഗിഫ്റ്റ് വൗച്ചറും 1600 അത് കുറച്ച് കുറഞ്ഞു പോയില്ലേ എന്നാണ് എൻ്റെ ഒരു കുറഞ്ഞു പോയോ എന്തോങ്കിലും തോന്നുന്നുണ്ടോ? സാരമില്ല, വർഷങ്ങളായിട്ട് സമരം നടത്തുന്നില്ലേ. അപ്പോൾ ഒരുപാട് സമരങ്ങൾക്കായിട്ട് ഒരുപാട് ഗിഫ്റ്റ് വൗച്ചറുകൾ കിട്ടുന്നതുകൊണ്ട് കുറച്ച് കുറഞ്ഞു. ഈ ഇടത് പാർട്ടിയുടെ ഒരു പ്രകടനത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അതായത് ഇതിന് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ്. കണ്ണൂരിൽ ഇതുപോലെ ഒരു പ്രകടനത്തിനിടെ വടിവാളും അല്ലെങ്കിൽ കൈക്കത്തിയും ഇതുപോലെ ബോംബുകളുമായിട്ട് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രകടനം പോയത് ഓർമ്മയുണ്ടോ രാഹുലിന്? ഞങ്ങള് വടിവാളും ബോംബും കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രം പ്രതിഷേധത്തിന് കുറ്റം. ബാക്കിയുള്ളവരാരും പോയി കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? തലയെടുക്കും, കാലെടുക്കും, കൈയെടുക്കും. ഞങ്ങള് ഇത് പറയാറില്ലല്ലോ, ഞങ്ങൾ ചെയ്യാറില്ല ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ DYFI നേതാവ് ബോംബെറിഞ്ഞ് കേസിന്റെ പ്രതി ഞങ്ങള് സ്ഥാനം കൊടുത്തു, വൈസ് പ്രസിഡന്റ് ആക്കി. അതിനെന്ത് കുഴപ്പം? എന്തുവാ? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ പറച്ചിലേ ഉള്ളൂ. ഞങ്ങൾ ചെയ്ത് ശീലമുള്ള ആളുകളാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ. അതുകൊണ്ടാണ് ബോംബ് കേസിലും അല്ലാതെ വടിവാള് കേസിലും കത്തിക്കുത്തിലും ഒക്കെ പ്രതികളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ സ്ഥാനമാനങ്ങൾ കൊടുത്ത് വിലയിരുത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതാണ്, ഇത്രയേറെ നല്ല പ്രിവിലേജ് ഉള്ള ഒരു വലിയ ഇടത് പാർട്ടി, ഈ ഇടത് പാർട്ടിയിലേക്ക് എനിക്കൊരു അംഗത്വം വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട എന്തെങ്കിലും നടപടി ഉണ്ടോ? തീർച്ചയായിട്ടും ചെയ്യണം. മിനിമം 1-2 കേസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിയിൽ എടുക്കൂ. ഈ കേസിന്റെ ഗ്രാവിറ്റി അനുസരിച്ചായിരിക്കല്ലേ ഓരോ പദവി ഉണ്ടാവുക. അതായത് ഇപ്പോ മേഖല, ജില്ല അല്ലെങ്കിൽ സംസ്ഥാനം ഇതിലേക്കൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രത്യേക എന്തൊരു ക്രൈറ്റീരിയ ഉണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതിന് ആദ്യം പോയി അംഗത്വം എടുക്കണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ പാർട്ടി സഖാക്കന്മാരെ കൊണ്ട് കുറച്ച് നാളിങ്ങനെ കൈകെട്ടി നിന്ന് ഞങ്ങൾ കുറെ പരിശീലനങ്ങളൊക്കെ ഉണ്ട്. ആ പരിശീലനങ്ങൾക്കൊടുവിൽ മാത്രമേ ഞങ്ങൾ സാധനങ്ങളൊക്കെ തരികയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും 1-2 കേസൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾ എടുക്കത്തുള്ളൂ. അല്ലാതെ ഒരു കേസും ഇല്ലാതെ ഒരു നിർഗണനായിട്ടുള്ള ഒരാളെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് എടുത്തിട്ട് എന്താണ്? ഞങ്ങൾക്ക് ആവേശമുള്ള ആളുകളാണ് വേണ്ടത്. പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ട് വരണം. പാർട്ടി ചിന്തിക്കുമ്പോൾ അത് അവിടെ നടക്കണം. അങ്ങനെയുള്ള ആളുകളാണ് പാർട്ടിക്ക് ആവശ്യം. അല്ലാതെ പാർട്ടിയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ തളിപ്പറമ്പിലൊക്കെ ആളുകൾ പാർട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിന്റെ പേരിലാണ്? ഞങ്ങളുടെ MA ബേബി സഖാവ് പറഞ്ഞു, പ്രിയമുള്ള സഖാക്കളെ, ഇലക്ഷൻ നമ്മൾ തോറ്റു, നമ്മളത് പഠിക്കണം. നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയൂ. അങ്ങനെ തുറന്നു പറഞ്ഞിട്ട് കുറെ അവന്മാർ വന്നേക്കുക. അപ്പൊ എന്ത് ചെയ്തു? നേതൃത്വം ശരിയല്ല എന്നാണ് ഈ താഴെയുള്ള പ്രവർത്തകർ പറയുന്നത്. അത് ശരിയാണോ? നേതൃത്വം നല്ലതായതുകൊണ്ടല്ലേ നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറയുന്നത്. അപ്പൊ അഭിപ്രായം പറയുന്നവനെ വിളിച്ച് ചീത്ത പറയുന്നത് ശരിയാണ്? അല്ല, അഭിപ്രായം പറയാൻ വേണ്ടി പ്രത്യേക സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി, ഒരു പ്രത്യേക സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പാർട്ടിയാണല്ലോ. കേരളത്തിലെ ഇത്ര വലിയ പുരോഗമന പ്രസ്ഥാനം വേറെ ഏതുണ്ട്? ഞങ്ങൾ അല്പം സ്വല്പം സ്വാതന്ത്ര്യം കൊടുക്കുന്ന പുരോഗമന പ്രസ്ഥാനമാണ്. അതുകൊണ്ടല്ലേ സ്വന്തം അണികൾക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. വേറെ ഏത് പാർട്ടിയിലുണ്ട് സ്വന്തം അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം? പക്ഷേ അഭിപ്രായമൊക്കെ പറയാം, നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. അഭിപ്രായം ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ തളിപ്പറമ്പിൽ ഞങ്ങൾ നടപടിയെടുത്തത്. അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിൽ നേതൃത്വത്തെ അനാവശ്യമായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവിടെ പാർട്ടിയുടെ ഒരു സന്മനസ് കാണാതെ പോകരുത്. അതായത് ക്രൂരമായിട്ടുള്ള നടപടിയല്ല. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെ പുറത്താക്കുമായിരുന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവൻ ആൾക്കാർ ഈ ഒരു നടപടി ഉണ്ടായേക്കും എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിലൊരു സസ്പെൻഷൻ തന്നെ ഒതുക്കിയില്ലേ? സസ്പെൻഷനിൽ തന്നെ ഒതുക്കിയില്ലേ? പാർട്ടിയിലെ സസ്പെൻഷൻ എന്താണെന്ന് ആദ്യം പഠിക്കണം സുഹൃത്തെ. സസ്പെൻഷനെ കുറിച്ച് പഠിക്കണം. പാർട്ടിന് ഞങ്ങൾ ഏറ്റവും കൊടുക്കുന്ന ശിക്ഷാവിധിയാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പരിധി വരെ പുറത്താക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുറത്താക്കി കഴിഞ്ഞാൽ പാർട്ടിയായിട്ട് പിന്നെ ബന്ധമില്ലല്ലോ. ഞങ്ങൾ പാർട്ടിക്കാരനായതുകൊണ്ടാണ് സസ്പെൻഷൻ കൊടുത്തത്. പാർട്ടി നിയമ നടപടികളെ പറ്റി സഖാവ് പഠിക്കാത്തത് കൊണ്ടാണ്.
പാർട്ടി നിയമ നടപടികളെ പറ്റി പഠിക്കണം. പാർട്ടി കോടതിയുണ്ട്, പാർട്ടി പോലീസുണ്ട്, പാർട്ടി സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പാർട്ടിക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ നടപടി എടുക്കും? പാർട്ടിക്കുള്ളിൽ വെച്ച് അയാൾ തിരുത്തുകയല്ലേ ഞങ്ങളുടെ പാർട്ടി ചെയ്യേണ്ടത്. അല്ല, ഇനി ഇൻ കേസ് പാർട്ടിക്ക് നിന്ന് പുറത്തുപോയി ഏതെങ്കിലും ഒരു ആത്മകഥ എഴുതി അവസാനം നടന്നതെല്ലാം സാധാരണയായിട്ട് ഞങ്ങളുടെ പാർട്ടിയിലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് തരം താഴ്ത്തലാണ്. ആ തരം താഴ്ത്തലിന് അപ്പുറത്തേക്ക് ഇത് ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്തരത്തിൽ പത്മകുമാർ സഹാവിനെതിരെ ഇത്തരത്തിലൊരു സസ്പെൻഷൻ ഒതുക്കിയത്. സസ്പെൻഷൻ ഒതുക്കിയല്ല, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഒന്നായിട്ടുള്ള CPM പാർട്ടിയിൽ നിന്നുമാണ് സസ്പെൻഡ് ചെയ്തേക്കുന്നത്. അല്ലാതെ ലോക്കൽ UDF അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടിയിൽ നിന്നൊന്നും അല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊന്നും അല്ല. അപ്പോ പത്മകുമാറിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണല്ലേ. പിന്നല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരാൾ വരണമെങ്കിൽ അയാൾക്ക് യോഗ്യത വേണം. എത്ര വർഷം കാത്തിരുന്നിട്ടാ. ഇപ്പം തന്നെ ഞങ്ങളുടെ ബിനീഷ് കോടിയേരി സഖാവ് എത്ര കാലം കാത്തിരുന്നിട്ടാ സഖാവിന് അഡ്മിഷൻ കിട്ടിയത്. പല സ്കൂളുകളിൽ നമ്മൾ അഡ്മിഷൻ തേടി പോകത്തില്ല. അതേപോലെയാണ് CPM-ലേക്ക് അഡ്മിഷൻ വേണമെങ്കിൽ 4 വർഷം കാത്തിരുന്നിട്ടാണ് അപ്പോൾ അംഗത്വം കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സസ്പെൻഷന്റെ വില എന്താണെന്ന്. അപ്പോൾ അതേപോലെ സുരേഷ്, അദ്ദേഹത്തിന് എത്ര വർഷമാണ് ഞങ്ങൾ മാറ്റിയെടുത്തത്. നിയമസഭാ ഇലക്ഷന് ഞങ്ങളെ വെല്ലുവിളിച്ച് മത്സരിക്കാൻ പോയി തോപ്പിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെയാണ് പാർട്ടി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. അങ്ങനെ യോഗ്യതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ സസ്പെൻഷൻ, അതാണ് ഈ പാർട്ടിയിലെ ഞങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ. അതെ, അത് കൊടുത്തിട്ടാണ് പത്മകുമാറെ ഞങ്ങൾ നിലയ്ക്ക് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരരുത്.